എല്ലാ വഴികളും അടഞ്ഞതോടെ ലൈംഗിക പീഡന കേസിൽ എൻഡിഎയുടെ ഹാസൻ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി പ്രജ്വൽ രേവണ്ണ ഉടൻ കീഴടങ്ങിയേക്കുമെന്ന് സൂചന. ദുബായിലുള്ള പ്രജ്വൽ രേവണ്ണ മംഗളൂരു വിമാനത്താവളത്തിൽ വന്ന് കീഴടങ്ങിയേക്കും. പ്രജ്വലിന്റെ അച്ഛനും എംഎൽഎയുമായ എച്ച്.ഡി. രേവണ്ണയെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. മുൻ പ്രധാനമന്ത്രി ദേവഗൌഡയുടെ മകനായ രേവണ്ണയെ ദേവഗൌഡയുടെ വീട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. ഇതോടെ രേവണ്ണയുടെ മകനായ പ്രജ്വലും കീഴടങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു. മ്യൂണിക്കിൽ നിന്ന് യുഎയിലേക്ക് ഇന്ന് പുലർച്ചെയാണ് പ്രജ്വൽ എത്തിയത്. അവിടെ നിന്ന് മംഗളൂരുവിലേക്ക് പ്രജ്വൽ എത്താനാണ് സാധ്യതയും. മംഗളൂരു വിമാനത്താവളത്തിൽ വച്ച് പ്രത്യേക അന്വേഷണ സംഘം പ്രജ്വലിനെ കസ്റ്റഡിയിലെടുക്കും. അതിനിടെ രേവണ്ണയ്ക്കെതിരെ 1996 ഇംഗ്ലണ്ടിലും പീഡന പരാതി എന്ന വെളിപ്പെടുത്തലുമായി ബിജെപി നേതാവ് രംഗത്ത് വന്നു. താമസിച്ചിരുന്ന ഹോട്ടലിൽ വെച്ച് സ്ത്രീയോട് ലൈംഗികാതിക്രമം നടത്താൻ ശ്രമിച്ചു എന്നതാണ് പരാതിയെന്ന് മുൻ മാഠ്യ എം.ഇ. എൽ.ആർ. ശിവരാമ ഗൌഡയുടെ വെളിപ്പെടുത്തലുണ്ട്. അന്ന് ദേവഗൌഡ പ്രധാനമന്ത്രി ആണെന്നും കേസ് കഷ്ടപ്പെട്ടാണ് അന്ന് ഒതുക്കി തീർത്തതെന്നും യുകെയിൽ അന്വേഷിച്ചാൽ കേസ് രേഖകൾ ഇപ്പോഴും ഉണ്ടാകും എന്നും ശിവരാമഗൌഡ വിശദമാക്കി. ശിവരാമഗൌഡ അന്ന് രേവണ്ണയുടെ കൂടെയുണ്ടായിരുന്നു. രേവണ്ണ അന്ന് കർണാടക ഹൌസിംഗ് വകുപ്പ് മന്ത്രിയായിരുന്നു. JDS നേതാവും മുൻ മന്ത്രിയുമായ CS പുട്ടരാജുവാണ് പ്രജ്വൽ കീഴടങ്ങുമെന്ന സൂചന നൽകിയത്. പ്രജ്വൽ യുഎയിൽ നിന്ന് മംഗളൂരു വിമാനത്താവളത്തിൽ എത്തുമെന്നാണ് സൂചന. എന്നാൽ എപ്പോഴാണ് ഇന്ത്യയിലെത്തുക എന്നത് സംബന്ധിച്ച് പുട്ടരാജു വ്യക്തമാക്കിയിട്ടില്ല. അതിനിടെ പ്രജ്വലിനെ കണ്ടെത്താൻ ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കാൻ ആലോചനയുണ്ട്. അതേസമയം ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായ പ്രജ്വലിന്റെ പിതാവ് എച്ച്.ഡി. രേവണ്ണയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. രേവണ്ണയുടെ ഭാര്യയെയും ചോദ്യം ചെയ്തേക്കും. പ്രജ്വലിനായി ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കുന്നതിനായി ഇന്റർപോളിനോട് ആവശ്യപ്പെടാൻ പ്രത്യേകാന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നു. ഇന്റർപോളിന്റെ ഇന്ത്യയിലെ ഏജൻസിയായ CBIക്ക് ഇത് സംബന്ധിച്ച് അപേക്ഷ ഉടൻ നൽകുമെന്നാണ് റിപ്പോർട്ട്. പ്രത്യേകാന്വേഷണ സംഘ തലവനെ ഇന്നലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വിളിച്ച് അന്വേഷണ പുരോഗതി വിലയിരുത്തിയപ്പോഴാണ് ഇക്കാര്യം അറിയിച്ചത്. കുറ്റകൃത്യങ്ങൾ ചെയ്ത ശേഷം വിദേശങ്ങളിലേക്ക് രക്ഷപ്പെടുന്നവരെ കണ്ടെത്താൻ രാജ്യാന്തര തലത്തിൽ ഇറക്കുന്ന ലുക്കൌട്ട് നോട്ടീസാണ് ബ്ലൂ കോർണർ നോട്ടീസ്. ഇതിനിടയിലാണ് പ്രജ്വലിന്റെ മടക്കം. പ്രജ്വലിന്റെ പീഡനത്തിനിരയായ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയെന്ന കേസിലാണ് പിതാവ് എച്ച്.ഡി. രേവണ്ണ MLA പ്രത്യേക അന്വേഷണ സംഘം ശനിയാഴ്ച രാത്രി അറസ്റ്റ് ചെയ്തത്. ദേവഗൌഡയുടെ ബംഗളൂരു പത്മനാഭനഗറിലെ വീട്ടിൽ നിന്നായിരുന്നു അറസ്റ്റ്. സ്ത്രീയെ രേവണ്ണയുടെ അനുയായി രാജശേഖറിന്റെ ഹുൻസൂരിലെ ഫാം ഹൌസിൽ നിന്ന് മോചിപ്പിച്ചു. ജനപ്രതിനിധികൾക്കായുള്ള പ്രത്യേക കോടതിയിൽ രേവണ്ണ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിന് പിന്നാലെയായിരുന്നു അറസ്റ്റ്. പ്രജ്വൽ ഉൾപ്പെട്ട അശ്ലീല വീഡിയോകളിലുള്ള സ്ത്രീയെ രേവണ്ണയുടെ നിർദ്ദേശപ്രകാരം സഹായ് സതീഷ് ബബണ്ണ ഏപ്രിൽ 29 വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയെന്ന് അവരുടെ മകൻ പരാതി നൽകിയിരുന്നു. രേവണ്ണയുടെ ഹാസൻ ഹൊളെ നരസിപുരയിലെ ഫാം ഹൌസിൽ 6 വർഷത്തോളം ഇവർ ജോലി ചെയ്തിരുന്നു. അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിനു പിന്നാലെ വീട്ടിലെത്തിയ സതീഷ് രേവണ്ണയുടെ ഭാര്യ ഭവാനി അന്വേഷിക്കുന്നുവെന്ന് പറഞ്ഞാണ് ഇവരെ കൂട്ടിക്കൊണ്ടുപോയത്. സതീഷിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഭാര്യയുടെ ബന്ധു കൂടിയായ മറ്റൊരു വീട്ടുജോലിക്കാരി നൽകിയ പീഡന പരാതിയിലും രേവണ്ണയ്ക്കെതിരെ കേസുണ്ട്.